നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങൾ പറന്നുയരുന്നതും താഴുന്നതും കണ്ടുവളർന്ന റംസാനയുടെ മനസ്സിൽ കുട്ടിക്കാലം മുതൽ തന്നെ വിമാനം പറത്തൽ ഒരു കൗതുകമായി കയറിക്കൂടിയിരുന്നു. ആ കൗതുകം പിന്നെ സ്വപ്നമായി മാറി. എന്നാൽ ആ സ്വപ്നത്തിന് മുന്നിൽ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഒരു പ്രതിബന്ധമായി നിന്നു. പക്ഷേ ആഗ്രഹ പൂർത്തീകരണത്തിന് ഒന്നും തടസ്സമില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച റംസാന ചിലവ് പരമാവധി കുറച്ച് വിമാനം പറത്തൽ പഠിക്കാനുള്ള വഴികൾ തേടി. അങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കയിൽ ചെലവ് കുറവാണെന്ന് കണ്ടെത്തുകയും അവിടെ കോഴ്സിന് ചേരുകയും ചെയ്തത്. ഡിഗ്രി പഠനം പാതിയിൽ ഉപേക്ഷിച്ചായിരുന്നു റംസാനയുടെ അതിർത്തി കടന്നുള്ള സ്വപ്നയാത്ര. ഫ്ലൈയിങ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആരോടും പറഞ്ഞത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല. പക്ഷേ ആദ്യത്തെ എൻ്റെ ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത് ഞാനൊരു ഇൻട്രോ ഫ്ലൈറ്റിനാണ് പോയത്. അപ്പോൾ നമ്മുടെ ആകാശമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചിട്ടുള്ള ഒരു ഫ്ലൈറ്റാണത്. അതിൽ എനിക്ക് കുറച്ച് ഡാമിൻ്റെ മുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് ഫ്ലൈ ചെയ്യുകയാണൊക്കെ ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർത്തിക്കാൻ പറ്റുന്നതും മെമ്മറബിൾ ആയിട്ട് വരുന്നതും എൻ്റെ സോളോ എക്സ്പീരിയൻസാണ്. കാരണം ഇത്രയും നാളും ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ഫ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒരു എയർക്രാഫ്റ്റിന്റെ കൺട്രോളും ഒറ്റയ്ക്ക് നമ്മൾ പോകാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സോളോ എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തിയ റംസാന ഇന്ത്യയിൽ വിമാനം പറത്താനുള്ള DGCAയുടെ ലൈസൻസും സ്വന്തമാക്കി. നമുക്ക് എന്തായാലും ഏതൊരു ഫീൽഡിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ചാലഞ്ചസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഓരോ ഫീൽഡിനും അതിൻ്റെതായ ഡ്രോബാക്ക് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും. സോ അതൊന്നും നോക്കാതെ നമുക്ക് നമ്മുടെ പാഷൻ എന്താണോ അത് ഫോളോ അപ്പ് ചെയ്യുക. ഈവൻ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫീൽഡ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫീൽഡുമാണ്. കംപ്ലീറ്റ് ചെയ്തപ്പോൾ സന്തോഷമാണ്. കുറച്ച് ഡിഫിക്കൽറ്റീസ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പൈസ അയച്ചു കൊടുക്കലോ അതും ഇതുമൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിജയത്തോടു കൂടി പോകുന്ന ആളിപ്പോൾ ലൈസൻസ് എടുത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തോളമായി. എൻ്റെ മോൾ അത്ര എത്തിയല്ലോ. ഓരോ പൈലറ്റ്മാർ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ ഭയങ്കര അവരെ ഒരു പ്രത്യേക ഒരു ഇതിലാണ് നോക്കണത്. അപ്പം എൻ്റെ മോൾ അതുപോലെ എത്തി എന്നുള്ളപ്പം അതിലേറെ സന്തോഷം. ആഗ്രഹത്തിന്റെ ആകാശം കീഴടക്കിയ റംസാന ആ സ്വപ്നത്തിന് ചിറകുമുളച്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വിമാനത്തിൽ പറന്നിറങ്ങുന്നത് വിദൂരമല്ല. എത്ര പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും തികഞ്ഞ ആത്മസമർപ്പണമുണ്ടെങ്കിൽ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള വഴികൾ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് റംസാന സ്വന്തം സ്വപ്ന നേട്ടത്തിലൂടെ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അരുൺ ശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട് റംസാനയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ. അരുൺ, നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ നമുക്കൊപ്പം നിൽക്കുമെന്ന് പൗലോ കൊയ്ലോ പറഞ്ഞപ്പോൾ അതിന്റെ ഉദാഹരണമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് റംസാന, അല്ലേ? ആലുവ കീഴ്വാണ് താമസിക്കുന്ന റംസാന കുട്ടിക്കാലം മുതൽ തന്നെ വിമാനം വലിയ കൗതുകമായിരുന്നു. അതിനുള്ളൊരു കാരണം തൊട്ടടുത്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അവിടെ വിമാനങ്ങൾ വന്നിറങ്ങുന്നതും പറന്നു പോകുന്നതും ഒക്കെ കാണുമ്പോൾ ഏതൊരു കുട്ടിക്കും സ്വാഭാവികമായിട്ടും കൗതുകം തോന്നും. കുട്ടിക്കാലത്ത് പലർക്കും പല കൗതുകങ്ങളൊക്കെ തോന്നും. പക്ഷേ ആ കൗതുകങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക, അത് സ്വപ്നമായി വളർത്തിയെടുക്കുക എന്നുള്ളത് അധികമാർക്കും കഴിയില്ല. അവർ ഓരോ കൗതുകങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകും. പക്ഷേ റംസാന അങ്ങനെയായിരുന്നില്ല. അവൾക്ക് തോന്നിയ ആ കൗതുകം അവൾ മനസ്സിൽ കൊണ്ട് നടന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വഴികൾ ഓരോ ഘട്ടത്തിലോട് തേടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ തിരച്ചിലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതെങ്ങനെ ആണ് വിമാനം പറത്താനുള്ള കോഴ്സുകൾ എവിടെയൊക്കെ ചെയ്യാൻ കഴിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരക്കുന്നത്. ഈ കോവിഡ് സമയത്തായിരുന്നു അത് സംബന്ധിച്ചുള്ള തിരച്ചിലൊക്കെ ആരംഭിച്ചത്. പക്ഷേ അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവിടൊക്കെ ഇന്ത്യയിൽ അത് ചെയ്യണമെങ്കിൽ, അതിൻ്റെ കോഴ്സ് ചെയ്യണമെങ്കിൽ കുറച്ച് പണം ചിലവാകും. പക്ഷേ അതിനുള്ള സാമ്പത്തിക സ്ഥിതി കുടുംബത്തിനും ഇല്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ജോലിയൊക്കെ തേടി പോവുക, അല്ലെങ്കിൽ പഠനം തുടർന്ന് പോവുക എന്നതൊക്കെയാണ് മിക്കവരും ചെയ്യുന്നത്. പക്ഷേ റംസാന അങ്ങനെ നിന്നില്ല. റംസാന അതിന് പകരം ചെയ്തത് ഇവിടെ ചിലവ് കൂടുതലാണെങ്കിൽ വേറെ എവിടെയാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ പഠിക്കാൻ കഴിയുന്നതെന്നൊരു അന്വേഷണം റംസാന നടത്തി. എന്തായാലും ഇൻ്റർനെറ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടി, സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്തോടു കൂടി ആ അന്വേഷണം എത്തി നിന്നത് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ഈ പറക്കൽ പഠിക്കുന്ന കോഴ്സിന് ചിലവ് കുറവാണെന്ന് കണ്ടെത്തി. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അതിനുള്ള പഠനം പൂർത്തിയാക്കി അവിടുത്തെ ലൈസൻസൊക്കെ സമ്പാദിച്ച് നാട്ടിൽ വന്നു. അപ്പോൾ ഒരു പ്രതിബന്ധം മുന്നിൽ നിൽക്കുന്നുണ്ട്. കാരണം വിദേശത്താണ് ഇത് പഠിച്ചതുകൊണ്ട് ഇവിടുത്തെ ലൈസൻസ് എടുക്കണമെങ്കിൽ ഇവിടുത്തെ പരീക്ഷ കൂടി പാസ്സാകണം. അത് തത്തുല്യമായൊരു പരീക്ഷ പാസ്സാകണമെന്നുണ്ട്. അപ്പോൾ DGCയുടെ ആ പരീക്ഷയും കൂടി പാസ്സാക്കി ഇപ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് റംസാന നേടിയിരിക്കുകയാണ്.
അവൾ തന്നെ പറയുന്നുണ്ട്, ഇത് നിങ്ങളാരും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് പോകരുത്. നിങ്ങൾക്ക് അതിനകത്തൊരു പാഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് നേടാൻ കഴിയും. ആ നേടാൻ കഴിയുമെന്ന് റംസാന പറയുമ്പോൾ അത് അനുഭവം കൊണ്ടാണ്, തൻ്റെ നേട്ടം കൊണ്ടാണ് അവൾ അതിന് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും കൊമേഴ്സ്യൽ ലൈസൻസ് നേടിയിരിക്കുകയാണ്. ഇനി ചെറിയ ചെറിയ കടമ്പകൾ കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ സ്വപ്നം കണ്ടു തുടങ്ങി, അല്ലെങ്കിൽ അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തന്നെ വിമാനവുമായി പറന്നിറങ്ങാൻ കഴിയും. തീർച്ചയായും അങ്ങനെ തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്.